നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ അങ്കമാലി, പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, സിറ്റി ടവർ, സിറ്റി വെയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ചേരിചേരാ നയം മാറി. ഇന്ത്യ എല്ലാ രാജ്യവുമായി അടുത്ത ബന്ധം പുലർത്തുന്നെന്ന് നരേന്ദ്രമോദി. അകലം പാലിക്കുക എന്ന പതിറ്റാണ്ടുകളായുള്ള ഇന്ത്യയുടെ നയത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാനായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാ രാജ്യങ്ങളുമായും അടുത്ത ബന്ധം പുലർത്തുകയെന്നതാണ് ഇന്നത്തെ ഇന്ത്യയുടെ നയമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പോളണ്ടിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യവെയായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. മൊഴി നൽകിയവർ പോലീസിൽ പരാതി നൽകുവാൻ തയ്യാറാകണം. വനിതാ കമ്മീഷൻ അധ്യക്ഷ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാനാകില്ലെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. മൊഴികൾ ആർക്കെതിരെയെന്ന് വ്യക്തമായി പറയുന്നില്ല. മൊഴി നൽകിയവർ പോലീസിൽ പരാതി നൽകുവാൻ തയ്യാറാകണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ ആവശ്യപ്പെട്ടു. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. വയനാടിനായി 5.25 കോടി രൂപ നൽകി കേരള ബാങ്ക് ജീവനക്കാർ. വയനാട് ജില്ലയിലെ മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള ബാങ്കിലെ ജീവനക്കാർ 5.25 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി. കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ ചെക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറി. ആർജിക്കർ ആശുപത്രിയിലെ പുതിയ പ്രിൻസിപ്പലിനെയും നീക്കി. സന്ദീപ് ഘോഷിനെ വീണ്ടും പുറത്താക്കി. ആർജിക്കർ ആശുപത്രിയിലെ പുതിയ പ്രിൻസിപ്പൽ അടക്കം 3 പേരെ പിരിച്ചുവിട്ട് ബംഗാൾ സർക്കാർ. ജോലിയിൽ പ്രവേശിച്ച 10 ദിവസത്തിനകമാണ് പ്രിൻസിപ്പൽ ഡോക്ടർ സുഹൃത പോളിനെ പിരിച്ചുവിട്ടത്. മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷ് രാജിവച്ചതിനെ തുടർന്ന് 12-ാം തീയതിയാണ് സുഹൃത ചുമതലയേൽക്കുന്നത്. സുഹൃതയ്ക്ക് പുറമെ വൈസ് പ്രിൻസിപ്പലും ഹോസ്പിറ്റൽ സൂപ്രണ്ടുമായ ബുൾബുൾ മുഖോപാധ്യയെയും ഹൃദ്രോഗ വകുപ്പ് മേധാവി അരുണാഭ ദത്ത ചൌധരിയെയും പിരിച്ചുവിട്ടു. വ്യാജരേഖകളുണ്ടാക്കി സാമ്പത്തിക തട്ടിപ്പ്. 1.38 കോടി രൂപ തട്ടിയെടുത്ത ഫിനാൻസ് മാനേജർ അറസ്റ്റിൽ. കേരളത്തിലെ പ്രമുഖ പരസ്യ ഏജൻസിയായ വളപ്പില കമ്മ്യൂണിക്കേഷൻസിന്റെ ഹെഡ് ഓഫീസിലെ അക്കൌണ്ട് ദുരുപയോഗം ചെയ്ത് 1.38 കോടി രൂപ തട്ടിയെടുത്ത ഫിനാൻസ് മാനേജർ അറസ്റ്റിൽ.
തൃശൂർ ആമ്പല്ലൂർ വട്ടാണത്ര സ്വദേശി വിഷ്ണുപ്രസാദ് TU ആണ് അറസ്റ്റിലായത്. 2022 നവംബർ 1 മുതൽ സ്ഥാപനത്തിൽ ഫിനാൻസ് മാനേജറായി ജോലി ചെയ്തു വരുന്നതിനിടെയാണ് സ്വന്തം സാമ്പത്തിക ലാഭത്തിനായി ഓൺലൈൻ ബാങ്കിംഗിലൂടെ പ്രതി തട്ടിപ്പ് നടത്തിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങൾ സത്യമാണെങ്കിൽ സുരക്ഷയെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. വിവാദങ്ങളുണ്ടാക്കുവാൻ താൽപര്യമില്ല. ഉഷ ഉത്തപ്പ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരണവുമായി ഗായിക ഉഷ ഉത്തപ്പ്. വിവാദങ്ങളുണ്ടാക്കുവാൻ താൽപര്യമില്ലെന്നും റിപ്പോർട്ടിലെ കാര്യങ്ങൾ സത്യമാണെങ്കിൽ സുരക്ഷയെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ടെന്നും ഉഷ ഉത്തപ്പ് പറഞ്ഞു. ഏതു മേഖലയിലാണെങ്കിലും സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഉഷ ഉത്തപ്പ് പ്രതികരിച്ചു. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ 50% വരെ വിലക്കിഴിവ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്കിഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ, ടീഷർട്ടുകൾ, കാർഗോസ്, ഷൂസ്, ചപ്പൽസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു. വിദേശയാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തേർമൽ വിയർ ജാക്കറ്റ്സും ലഭ്യമാണിവിടെ. സിറ്റി ടവർ ഓപ്പോസിറ്റ് ടു KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. അവർ സിസ്റ്റർ കൺസേൺ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി. നമ്പർ 0484245555. ഗണേഷ് കുമാറിന് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണം. ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തി കോൺക്ലേവ് നടത്തിയാൽ തടയും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതിപക്ഷം ഉയർത്തിയ അതേ കാര്യങ്ങൾ WCCയും ഉയർത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കോൺക്ലേവ് തെറ്റാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. റിപ്പോർട്ട് 4.5 വർഷം മറച്ചുവെച്ചു. മുഖ്യമന്ത്രി ചെയ്തത് കുറ്റകരമായ കാര്യമാണ്. ഗുരുതരമായ കുറ്റം സർക്കാർ ചെയ്തുവെന്നും VD സതീശൻ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. സിനിമക്കാരെ ഭയമില്ല. ഏത് കൊമ്പത്തെ വമ്പനായാലും നടപടി. കോടതി ഇടപെടണമെന്ന് AK ബാലൻ. ഹേമ കമ്മിറ്റിക്ക് മൊഴി കൊടുത്തവരിൽ ആരെങ്കിലും ഒരാൾ പരാതിപ്പെട്ടാൽ ഏതു കൊമ്പത്തെ വമ്പനായാലും നടപടിയെടുക്കുമെന്ന് മുൻ സാംസ്കാരിക മന്ത്രിയും മുതിർന്ന CPM നേതാവുമായ AK ബാലൻ. റിപ്പോർട്ട് പുറം ലോകം കാണണമെങ്കിൽ കോടതി ഇടപെടണം. കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയതിനപ്പുറം സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. സർക്കാരിന് പരിമിതികളുണ്ട്. ഹേമ കമ്മിറ്റിക്ക് മുന്നോട്ടു പോകുവാൻ കഴിയാത്ത തരത്തിൽ പല പ്രശ്നങ്ങളുമുണ്ടായി. ഒരു ഘട്ടത്തിൽ പ്രവർത്തനം സ്തംഭിക്കുമെന്ന് വന്നപ്പോൾ മുഖ്യമന്ത്രിയാണ് ഇടപെട്ടത്. സിനിമാക്കാരെ ഭയമില്ല. മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ഇച്ഛാശക്തിയുള്ള സർക്കാരാണ് പിണറായി വിജയന്റേതെന്നും AK ബാലൻ പറഞ്ഞു. സ്വർണവില താഴേക്ക്. 240 രൂപ കുറഞ്ഞു. ഇന്നത്തെ നിരക്കുകൾ അറിയാം. സംസ്ഥാനത്ത് സ്വർണവില കുറഞ്ഞു. 240 രൂപ കുറഞ്ഞ 1 പവൻ സ്വർണത്തിന്റെ വില 53,440 രൂപയായി. ഗ്രാമിന് 30 രൂപയാണ് കുറഞ്ഞത്. 6,680 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇന്നലെ വ്യാപാരം നടന്നത്. കഴിഞ്ഞ മാസം 17-ന് സ്വർണവില 55,000 രൂപയായി ഉയർന്ന് ആ മാസത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ എത്തിയിരുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.